കൊല്ലത്തേക്ക് വന്നാൽ ഇന്നലെ രാത്രി ജില്ലയിൽ പെയ്ത അതിശക്തമായ മഴ, അതിനൊപ്പമുണ്ടായ കാറ്റ്, അതിൽ വൈദ്യുതി പോസ്റ്റുകളും മരങ്ങളും ഒടിഞ്ഞു വീഴുന്ന പതിവ് കാഴ്ചയായി മാറി. ആലഞ്ചേരി പാണയത്ത് കുറ്റൻ തേക്കുമരം കടപുഴകി വീണ് സമീപത്തെ മതിലും ഗേറ്റും തകർത്തു. അഞ്ചൽ ഏരൂർ ഭാരതീപുരത്ത് വീടിന് മുകളിലേക്ക് മരം വീണു. ഭാരതീപുരം കിട്ടകോണത്ത് മരങ്ങൾ വീണ ഇലക്ട്രിക് പോസ്റ്റുകൾ അപ്പാടെ തകർന്നു. കുണ്ടറ കുറ്റിച്ചിറയിൽ മില്ലിന് മുകളിലേക്കാണ് വലിയ മരം കടപുഴകി വീണത്. കണ്ണൻ നായർ വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുകയാണ്. കണ്ണൻ, വലിയ നാശനഷ്ടങ്ങളാണല്ലോ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. പലയിടങ്ങളിലും മരം വീണ് വൈദ്യുതി തകരാറടക്കം ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. ഇതൊക്കെ പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ എങ്ങനെ മുന്നോട്ട് പോകുന്നു? വൈദ്യുതി തടസ്സം പരിഹരിക്കാൻ വേണ്ടിയുള്ള നടപടികളൊക്കെ തന്നെ വലിയ രീതിയിൽ പുരോഗമിക്കുകയാണ്. ഞാനിപ്പോൾ ഉള്ളത് തങ്കശ്ശേരിയിലാണ്. തങ്കശ്ശേരിയിൽ നിന്നുള്ള കാഴ്ചകളാണ് നമ്മൾ കാണുന്നത്. ഇവിടെ ഇന്നലെ ശക്തമായ കാറ്റായിരുന്നു. ആ ശക്തമായ കാറ്റിൽ ഒട്ടേറെ വൈദ്യുത തൂണുകൾ ഒടിഞ്ഞു വീഴുന്ന ഒരു സാഹചര്യമുണ്ട്. KCB ഉദ്യോഗസ്ഥർ ആ വൈദ്യുതി തൂണുകൾ മാറ്റിസ്ഥാപിക്കുന്ന നടപടികൾ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ പ്രദേശത്ത് ഒന്നും വൈദ്യുതി ഇല്ലാത്ത ഒരു അവസ്ഥയാണുള്ളത്. കാര്യം തീരമേഖലയോട് ചേർന്ന്, അതായത് ബീച്ചിനോട് ചേർന്നുള്ള പ്രദേശമാണ് തങ്കശ്ശേരി എന്ന് പറയുന്നത്. അവിടെയാണ് ഇന്നലെ വലിയ രീതിയിൽ കാറ്റുണ്ടാവുകയും ഇത്തരത്തിൽ മരങ്ങൾ കടപുഴകി വീഴുകയും ഈ പോസ്റ്റുകൾ ഒടിഞ്ഞു വീഴുകയും ചെയ്തത്. തീരമേഖലയിലെ, അതായത് നഗരത്തോട് ചേർത്തുള്ള പ്രദേശങ്ങളിലേക്ക് തന്നെ അവസ്ഥ ഇങ്ങനെയാണെങ്കിൽ കിഴക്കൻ മേഖലയിലേക്ക് പോകുമ്പോൾ ആ അവസ്ഥ അതിഭീകരമാണ് എന്ന് പറയേണ്ടി വരും. ഇന്നലെ രാത്രി പെയ്ത മഴയിലും ശക്തമായ കാറ്റിലും വ്യാപകമായി നാശനഷ്ടങ്ങൾ കിഴക്കൻ മേഖലയിലുണ്ടായി. അഞ്ചൽ ആലഞ്ചേരി പാണയത്ത് കൂറ്റൻ തേക്കുമരം കടപുഴകി വീണു. സമീപത്തെ മതിലും ഗേറ്റും ഒക്കെ തകർത്താണ് ആ മരം വീണത്. ഇലക്ട്രിക് പോസ്റ്റുകളും വൈദ്യുതി ലൈനുകളും ഒക്കെ തന്നെ അവിടെ തകർന്നിട്ടുണ്ട്. ഭാരതീപുരത്ത് വീടിന് മുകളിലേക്ക് മരം വീണു. ഭാരതീപുരം കിഴക്കേക്കോണത്ത് കിഴക്കേക്കോണത്താണ് മരങ്ങൾ വീണത്. പുതിയേരൂർ ഭാഗത്ത് ക്ഷേത്രത്തിന് മുകളിലേക്ക് മരം വീണിട്ടുണ്ട്. ഒപ്പം തന്നെ ഏരൂർ പാണയത്ത് മരം വീണ് വീടിന്റെ മേൽക്കൂര തകർന്നു. ഏരൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റായിട്ടുള്ള രാജുയുടെ വീടാണ് തകർന്നത്. വീട്ടിലെ സാമഗ്രികളടക്കം നശിച്ചിട്ടുണ്ട്. എന്നാൽ ആർക്കും പരിക്കില്ല. അതുപോലെ തന്നെ കൊട്ടാരക്കര വെട്ടിക്കവല മഹാദേവ ക്ഷേത്രത്തിൽ വലിയൊരു കൂറ്റൻ ആൽമരം ഉണ്ടായിരുന്നു. ആ ആൽമരം ഒടിഞ്ഞു വീഴുന്ന അവസ്ഥയുണ്ടായി. ആ നാലമ്പലത്തിൽ ചെറിയ രീതിയിലുള്ള നിസ്സാരമായിട്ടുള്ള കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. അങ്ങനെയൊക്കെയുള്ള ഒരു പ്രശ്നങ്ങളാണ് മഴയോടനുബന്ധിച്ച് ഉണ്ടായിരിക്കുന്നത്. തീരമേഖലയിൽ മത്സ്യബന്ധനത്തിന് പോകരുത് എന്നുള്ള നിർദ്ദേശം നേരത്തെ തന്നെ ഉണ്ട്. മത്സ്യബന്ധനത്തിന് ആരെങ്കിലും കടലിലുണ്ടെങ്കിൽ അവരെല്ലാം തന്നെ അടിയന്തരമായി തിരികെ എത്തണം എന്നുള്ള ഒരു നിർദ്ദേശം ജില്ലാ ഭരണകൂടവും ഫിഷറീസും ഒക്കെ തന്നെ നൽകുന്നു. നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ നിന്ന് കണ്ടതുപോലെ വലിയ രീതിയിൽ നാശനഷ്ടമാണ് മലയോര മേഖലകളിലെല്ലാം തന്നെ ഉള്ളത്, പ്രത്യേകിച്ച് മലയോര മേഖലയിലുള്ളത്. ശരി, കണ്ണൻ നായരാണ് കൊല്ലത്തു നിന്നുള്ള വിവരങ്ങൾ നൽകിയത്. ജില്ലയിൽ വ്യാപകമായി മരങ്ങൾ ഒടിഞ്ഞു വീണുള്ള അപകടങ്ങളാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്.